ഹലോ ഗൈസ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളിങ്ങനെ ഇടയ്ക്ക് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നതല്ല, ഓൾറെഡി കലണ്ടറിൽ ആ ഒരു അവധി പ്രഖ്യാപിച്ചതാണ്. ഇന്ന് സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ നാളത്തെ ആ ഒരു അവധി അങ്ങനെ ശ്രദ്ധിക്കാതെ പോയ കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. യെസ് ഗൈസ്, നാളെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും അതേപോലെ തന്നെ കോളേജുകൾക്കും അവധിയാണ്. കാരണം എല്ലാവർക്കും അറിയാലോ, ശ്രീനാരായണ ജയന്തിയാണ്. അതെ, നാളെ ആഗസ്റ്റ് 20 ചൊവ്വാഴ്ച കേരളത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും അതേപോലെ കോളേജുകൾക്കും അവധി. ഗൈസ്, ഇതിപ്പോ പെട്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അവധിയൊന്നുമല്ലല്ലോ, ഓൾറെഡി കലണ്ടറിൽ തന്നെയുള്ള അവധിയാണ്. അതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തെന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയാണ്. അതെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈവ് ഒക്കെ എടുത്തു നോക്കിയപ്പോൾ പല കുട്ടികളും കമന്റ് ബോക്സിലൊക്കെ തീർച്ചയായിട്ടും നാളെ സ്കൂളുകൾക്ക് അവധിയാണെന്ന് കേട്ടു, ശരിയാണെന്നുള്ള തരത്തിലുള്ള കമന്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അതെ, നാളത്തെ അവധി ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. സോ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നാളെ ചൊവ്വാഴ്ച ആഗസ്റ്റ് 20 കേരളത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും അതേപോലെ തന്നെ കോളേജുകൾക്കും അവധിയാണ്. മറ്റൊരു ദിവസം കൂടി അവധിയുണ്ട്. അതെ, ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ച, അതായത് അടുത്തയാഴ്ച തിങ്കളാഴ്ച ആഗസ്റ്റ് 26 കേരളത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയുണ്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.